ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. വേറൊന്നുമല്ല, കറികളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് കുറച്ച് ടേസ്റ്റി ആയിട്ട്, എന്നാൽ ബിരിയാണിയുടെ ഒരു ടേസ്റ്റും വരണം, എന്നാൽ അത്ര പണിയെടുക്കാനും വയ്യ. അങ്ങനെയുള്ള സമയത്ത് സാധാരണ ചോറ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു മസാല ചോറ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. നമ്മുടെ ഒരു ചെറിയ ചാനൽ. അപ്പോൾ നമുക്ക് വൈകിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെജിറ്റബിൾ ഓയിലാണെങ്കിൽ അത്രയും നല്ലത്. അതിനുശേഷം കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി ഒരു മണത്തിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് പട്ട ഗ്രാമ്പുവാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ മൊരിഞ്ഞ് മണമൊക്കെ വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഇനി സവാള നല്ല സ്ലൈസായി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു വലിയ സൈസ് സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 പേർക്കുള്ള ചോറിനാട്ടോ ഞാനൊരു വലിയ സൈസ് സവാള എടുത്തിട്ടുള്ളത്. അതിനുശേഷം നല്ല രീതിയിൽ അതൊന്ന് റെഡ് കളർ ആവുന്നത് വരെ, അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് ഇവിടെ ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ചോറിലേക്ക് കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഞാൻ ഇതിലിടുന്നുണ്ട്. സവാള ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. കളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്തിട്ട് വഴറ്റി എടുക്കാം കേട്ടോ. എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തിട്ടില്ല. അതിനുശേഷം നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ബിരിയാണി മസാലയാണ് കേട്ടോ. ഇവിടെ ഉള്ളതുകൊണ്ട് അത് ആഡ് ചെയ്തു. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ആയാലും മതി. അപ്പോൾ കുറച്ച് ബിരിയാണി മസാല ആഡ് ചെയ്തു. അതിനുശേഷം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇതൊക്കെ ഒരു കണ്ണളവാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇത്രയെന്ന് പറയാൻ അറിയില്ല. നിങ്ങളുടെ ആവശ്യത്തിന് മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഗരം മസാല ആഡ് ചെയ്യുന്നില്ല. കാരണം ബിരിയാണി മസാല ആയാലും പിന്നെ അതിന് മുൻപ് നമ്മൾ പട്ടായും ഗ്രാമ്പുമൊക്കെ ഇട്ടുകൊണ്ട് ഒരുപാട് മസാലയുടെ കുത്തു വരണ്ടെന്ന് കരുതിയിട്ട് ഗരം മസാല ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പട്ട ഗ്രാമ്പൊന്നും ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ പകരം ഗരം മസാല ഇട്ടാലും മതിയാവും കേട്ടോ. ഏറ്റവും നല്ലത് ഗരം മസാല അല്ല പട്ട ഗ്രാമ്പു ഇടുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം ഒരു 3 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ചാൽ ചോറിലോട്ട് ആ ഒരു മസാല ഒന്ന് ഇറങ്ങി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അധികമില്ല, ഞാൻ കാണുന്നില്ലേ, ഞാൻ എടുത്തിട്ടുള്ള തവിയിൽ 3 സ്പൂൺ വെള്ളമാണ് ഞാൻ ഇങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. 1 സ്പൂൺ കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത്യാവശ്യം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ 3ാമത്തെ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനിവിടെ 2 പേർക്കുള്ള ചോറാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ചോറൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ 3/4 പണി കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ തന്നെ അത്യാവശ്യം ആ മസാലയ്ക്ക് നല്ല മണമുണ്ട്. ഇനി ചോറിന്റെ കൂടെ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാന പണി എന്ന് പറയുന്നത്. എല്ലാ ചോറിലോട്ടും എത്തുന്ന രീതിയിൽ അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എണ്ണയൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ വനസ്പതി ഗീ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പൊ ഞാൻ തൽക്കാലം വെളിച്ചെണ്ണയാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായത്. നന്നായിട്ട് ഇളക്കി എല്ലായിടത്തേക്കും മസാല എത്തുന്ന രീതിയിൽ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചെറിയൊരു മണം വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ആഡ് ചെയ്തുള്ളൂ, ഒരുപാട് നെയ്യ് ആവണ്ടെന്ന് കരുതിയിട്ട് വളരെ കുറച്ച് ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ നെയ്യിന്റെ മണവും പിന്നെ ആ മസാലയുടെ മണമൊക്കെ ആയിട്ട് ഒരു മിനി ബിരിയാണി എന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം. നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. ഇത് നല്ല ടേസ്റ്റിയാണ്. ഒരു ബിരിയാണിയുടെ ഒരു എഫക്റ്റ്, ഒരു എക്സാക്ട് ബിരിയാണി ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ചോറുണ്ട്, തട്ടിക്കൂട്ടി ഒരു ബിരിയാണി. അപ്പൊ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കഴിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിന്റെ കൂടെ വല്ല അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ അച്ചാർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിങ്ങനെ വെറുതെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമന്റ് എന്തായാലും അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.